Hi friends, welcome to Magnum Academy's YouTube channel. So, we will study class joint stock companies, private companies, public companies. So, we will in class the merits of a joint stock company. What is joint stock company advantages? First one is larger resources. A joint stock company can raise large financial resources because of its large number of members, and it can raise funds through debentures, public deposits, loans. So, we will study class joint stock company. ഇഷ്ടം പോലെ നമുക്ക് റിസോഴ്സസ് നമുക്ക് പൂൾ ചെയ്യാൻ സാധിക്കും. അതായത് അതിന്റെ ഷെയർസ് വിറ്റും അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തും പബ്ലിക് ഡെപ്പോസിറ്റ് സ്വീകരിച്ചും ഒക്കെ ലാർജ് റിസോഴ്സസ് നമുക്ക് പൂൾ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ലാർജ് റിസോഴ്സസ് കൊണ്ടുവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലിമിറ്റഡ് ലയബിലിറ്റി. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓണറുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് അയാൾ ആ കമ്പനിയിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്തു, അത് ആ ഷെയറിൻ്റെ വാല്യൂ അനുസരിച്ചായിരിക്കും അയാളുടെ ലയബിലിറ്റി. അതായത് ആ ഷെയറിൻ്റെ വാല്യൂ തീരുന്നതോടുകൂടി അയാൾക്ക് കമ്പനിയുമായിട്ടുള്ള ലയബിലിറ്റിയും തീരുന്നതാണ്. പേഴ്സണൽ അസറ്റ്സ് ഒന്നും തന്നെ ആ കമ്പനിയുടെ ലയബിലിറ്റി ഫില്ല് ചെയ്യാൻ വേണ്ടി അയാൾക്ക് ഉപയോഗിക്കേണ്ടതില്ല. അതാണ് ഇവിടെ ലിമിറ്റഡ് ലയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കണ്ടിന്യൂറ്റി ഓഫ് എക്സിസ്റ്റൻസ്. A company is an artificial person created by law and it possesses independent legal status. അതായത് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കമ്പനീസ് ആക്ട് പ്രകാരം ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് ഇതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതായത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഒരു പേഴ്സണ് നമുക്ക് ലഭിക്കുന്ന എല്ലാ നിയമപരിരക്ഷയും ഈ കമ്പനിക്ക് ലഭിക്കും. സോ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂറ്റി എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓണേഴ്സിനോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനോ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അല്ലെങ്കിൽ ഷെയർസ് വിറ്റ് കഴിഞ്ഞാൽ പോലും ആ കമ്പനി നിലനിൽക്കുകയും അതിൻ്റെ പ്രവർത്തനം തുറന്നു പോവുകയും ചെയ്യും. അതാണ് ഇവിടെ കണ്ടിന്യൂറ്റി ഓഫ് എക്സിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബെനിഫിറ്റ്സ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയൊക്കെ ഓപ്പറേഷൻസിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് അവരൊരു പരിധിക്ക് പുറത്ത് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള റിസോഴ്സസ് ലഭ്യമായിരിക്കില്ല. പക്ഷേ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഇഷ്ടം പോലെ, അതായത് നമുക്ക് ധാരാളം റിസോഴ്സസ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് നമുക്ക് നടത്താൻ സാധിക്കും. നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എഫിഷ്യൻസി കൂടുകയും നമുക്ക് എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും കൂടുകയും നമുക്ക് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ റിഡക്ഷൻ വരികയും ചെയ്യുന്നു. അതൊക്കെ തന്നെ ഈ ബെനിഫിറ്റ്സ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെറിറ്റ്സായി നമുക്ക് കണക്കൂട്ടാം. നെക്സ്റ്റ് വൺ ഈസ് ലിക്വിഡിറ്റി. എന്താണ് ലിക്വിഡിറ്റി? ദ ട്രാൻസ്ഫിലിറ്റി ഓഫ് ഷെയർസ് ആക്ട് ആസ് എൻ ആഡഡ് ഇൻസെന്റീവ് ടു ഇൻവെസ്റ്റേഴ്സ് ആസ് ദ ഷെയർസ് ഓഫ് എ പബ്ലിക് കമ്പനി ക്യാൻ ബി ട്രേഡഡ് ഈസിലി ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ കമ്പനിയുടെ ഓണേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന് പെട്ടെന്നൊരു പൈസയ്ക്ക് അത്യാവശ്യം വരികയാണെങ്കിൽ അവർക്ക് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന, അതായത് അവരുടെ കയ്യിലുള്ള ഷെയർസ് അവർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖാന്തരം മറ്റൊരാൾക്ക് വിൽക്കാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ഷെയർസ് അവർക്ക് ക്യാഷ് ആയിട്ട് മാറ്റാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ അതൊരു ഇൻവെസ്റ്റേഴ്സിന് അതൊരു എളുപ്പമുള്ള പ്രക്രിയ ആയതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ് ആണ്. And the next one is professional management. Companies, because of complex nature of their activities and large volume of business, requires professional managers at every level of organization. നമ്മൾ നേരത്തെ പറഞ്ഞു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ആണ്. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ടാവും. അപ്പോൾ മാനേജ്മെൻറ്റ് ലെവൽ, എംപ്ലോയി ലെവൽ, അങ്ങനെ പലതരത്തിലുള്ള ലെവലുകൾ ഉണ്ടാവും. അപ്പോൾ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതായത് പ്രൊഫഷണലി അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ അതിൽ മാനേജേഴ്സ് ആയിട്ട് വരികയും അവരതിനെ മാനേജ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് ആകുന്നു. നെക്സ്റ്റ് വൺ ഈസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. A company generally invests a lot of money on research and development of improved process of production, designing innovative new products, improving quality of the products, new ways of training to its staff, etc. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു കമ്പനി ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ആയതുകൊണ്ട് തന്നെ അവരെപ്പോഴും അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുവാനും അല്ലെങ്കിൽ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി കൂട്ടുവാനും ഒരു സെപ്പറേറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് തന്നെ ആ ഒരു കമ്പനിക്ക് ഉണ്ടായിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ ആ നടക്കുന്ന റിസർച്ചിൻ്റെ ഫലമായി ആ കമ്പനിയുടെ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുവാനും അവർക്ക് അവരുടെ മാർക്കറ്റിൽ കോമ്പറ്റീറ്റേഴ്സിനെതിരായിട്ട് പുതിയ തരത്തിലുള്ള പ്രൊഡക്ട്സുകൾ രൂപകൽപ്പന ചെയ്യാനും അല്ലെങ്കിൽ ഉള്ള പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് സഹായിക്കും. And the next one is tax benefits. Although the companies are required to pay tax at a high rate, in effect the tax burden is low as they enjoy many tax exceptions under Income Tax Act. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾക്ക് പലതരത്തിലുള്ള ടാക്സ് ബെനിഫിറ്റ്സുകളുമുണ്ട്. എന്നിരുന്നാലും ഒരു കമ്പനി ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഗവൺമെൻറ്റിന് ധാരാളം ടാക്സ് കിട്ടുന്നുണ്ട്. അതായത് പ്രൊഡക്ഷന് വേണ്ടിയിട്ടും അല്ലാതെയും ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ധാരാളം ടാക്സ് ഗവൺമെൻറ്റിന് കിട്ടുമ്പോൾ തന്നെ അതിൽ തന്നെ അവർക്ക് പല രീതിയിലുള്ള ടാക്സ് ബെനിഫിറ്റും ഇൻകം ടാക്സ് ആക്ടിൻ്റെ കീഴിൽ അവർക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതാണ് ടാക്സ് ബെനിഫിറ്റ്സ് കമ്പനിയുടെ ഒരു അഡ്വാൻറ്റേജായി ഇവിടെ പറയാൻ കാരണം.
ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളുടെ അഡ്വാൻറ്റേജസ് പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ധാരാളം ലിമിറ്റേഷൻസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾക്കുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡിഫിക്കൽട്ട് ടു ഫോം. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അത് ഫോം ചെയ്യണമെങ്കിൽ കുറച്ച് നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിൻ്റെ കീഴിൽ നമ്മളത് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നിരവധി വകുപ്പുകളുടെ അനുമതികൾ കിട്ടണം. അങ്ങനെ ധാരാളം പ്രക്രിയകൾ നമുക്കൊരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡിഫിക്കൽട്ട് ടു ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കൺട്രോൾഡ് ബൈ എ ഗ്രൂപ്പ്. തിയററ്റിക്കലി എ കമ്പനി സപ്പോസ് ടു ബി മാനേജ്ഡ് ബൈ ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഡയറക്ടേഴ്സ്. അതായത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മളത് പറയുന്നുണ്ട്. അതായത് ഒരു കമ്പനിയിൽ നമ്മൾ നേരത്തെ അഡ്വാൻറ്റേജ് ആയി പറഞ്ഞു, ഇതിൻ്റെ എക്സ്പെർട്ടൈസ് ഉള്ള മാനേജറായിട്ടുള്ള ആൾക്കാരുകളാണ് ഈ കമ്പനിയുടെ ഡിഫറെൻറ്റ് ലെവൽസിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ചില കമ്പനികളുടെ ഡയറക്ടർ ബോർഡിൽ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു സെയിം ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ആ കമ്പനിയിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഷെയറുകളുള്ളത്, അത് കാരണം അത് ആ ഷെയറുകൾ പബ്ലിക്കിന് വേണ്ടി ഓഫർ ചെയ്ത് ആരാണ് ഏറ്റവും കൂടുതൽ ഷെയറുകൾ വാങ്ങുന്നത് തുടങ്ങി അങ്ങനെ ആ ഷെയറുകൾ കൂടുതലുള്ള ആൾക്കാർ അവരുടേതായ രീതിയിലുള്ള കൺട്രോളും ഈ കമ്പനിയിൽ നടത്തുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഗ്രൂപ്പായിട്ട് തന്നെയാണ് ഈ കമ്പനിയുടെ കൺട്രോൾ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനും ആ കമ്പനി മുൻപോട്ട് നടത്തിക്കൊണ്ട് പോകാനും ധാരാളം തടസ്സങ്ങൾ നേരിടും. അതാണ് കൺട്രോൾഡ് ബൈ ഗ്രൂപ്പ് ഇവിടെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എക്സസീവ് ഗവൺമെന്റ് കൺട്രോൾ. A company is expected to comply with the provisions of several acts. Non-compliance with this invites heavy penalty. This affects the smooth functioning of the companies. അതായത് കമ്പനീസ് ആക്ടിൻ്റെ കീഴിൽ നമ്മൾ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ധാരാളം അനുമതികൾ ലഭിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ധാരാളം ഡോക്യുമെന്റ്സ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഗവൺമെന്റിന്റെ കീഴിൽ ഈ കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു നമ്മളുടെ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ഒരു നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടൊരു ഇത് വന്നു കഴിഞ്ഞാൽ ധാരാളം പെനാൽറ്റി നമുക്ക് ഗവൺമെന്റ് നമ്മുടെ കമ്പനിയുടെ മുകളിൽ ഇമ്പോസ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് തന്നെ ദിസ് അഫക്ട്സ് ദ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദ കമ്പനീസ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ലാഭത്തിലുള്ള കുറയുകയും അല്ലെങ്കിൽ നമുക്കതിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുകയും അങ്ങനെയുള്ള പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എക്സസീവ് ഗവൺമെന്റ് കൺട്രോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ വൺ ഓഫ് ദ മെയിൻ ലിമിറ്റേഷൻ ആണ്. Next one is delay in decision making. A company has to fulfill certain procedural formalities before making certain decisions as it requires approval of the board of directors or the general body of shareholders. അതായത് ഇപ്പോൾ കമ്പനിക്ക് ഒരു നിർണായകമായ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അനുമതി ലഭിക്കണം, അല്ലെങ്കിൽ ജനറൽ ബോഡി കമ്പനിക്ക് ഒരു ജനറൽ ബോഡി വിളിക്കുകയും ആ ജനറൽ ബോഡിയിൽ വെച്ച് ഈ തീരുമാനം അവതരിപ്പിച്ച് ഷെയർ ഹോൾഡേഴ്സിന്റെ കൺസെന്റ് വാങ്ങുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് കാലതാമസം നേരിടും. അതുകൊണ്ടാണ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് സീക്രസി. ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിലോ അതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് മെമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ ബിസിനസ്സിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. പക്ഷേ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ സീക്രസി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ കമ്പനിയുടെ പ്രവർത്തന രീതിയെക്കുറിച്ചും അതുപോലുള്ള സീക്രസികളെ അതുപോലുള്ള മെയിൻ്റെനൻസുകളെ കുറിച്ചുമുള്ള വിവരങ്ങൾ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിനെ ധരിപ്പിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കമ്പനിക്ക് ലാക്ക് ഓഫ് സീക്രസി ഉണ്ടാവും. സോ ലാക്ക് ഓഫ് സീക്രസി അതുകൊണ്ടാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ലിമിറ്റേഷനായി കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ അബ്യൂസസ്. A joint stock company is a large-scale business organization having huge resources. This provides a lot of power to them. Any misuse of such power creates unhealthy conditions in the society. Having monopoly of a particular business, industrial product, influencing politicians and government in their getting work done, exploiting workers, consumers, investors, etc. സോഷ്യൽ അബ്യൂസസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ധാരാളം റിസോഴ്സുകളുണ്ട്. ദിസ് പ്രൊവൈഡ്സ് എ ലോട്ട് ഓഫ് പവർ ടു ദം. അങ്ങനെ വരുമ്പോൾ ചെറുകിട ആൾക്കാരിൽ നിന്നും അല്ലാതെ ഈ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ അവർക്ക് ധാരാളം പ്രോഫിറ്റ് വരികയും അല്ലെങ്കിൽ അവർക്ക് ചില സർട്ടൺ മാർക്കറ്റിൽ അല്ലെങ്കിൽ സർട്ടൺ പ്രൊഡക്ട്സിൽ അവർ മോണോപ്പൊളി ആവുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് അത് ഗുണം ചെയ്യുന്നതല്ല. കാരണം മോണോപ്പൊളി ആയി കഴിഞ്ഞാൽ അവർക്ക് പ്രൊഡക്ട്സിന് അതിൻ്റെ റേറ്റ് മാറുകയും അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുകയും കമ്പനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ കമ്പനിയിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സോഷ്യൽ അബ്യൂസ് കമ്പനിയുടെ വൺ ഓഫ് ദ ലിമിറ്റേഷനായി പറയുന്നത്. സോ നമുക്കിനി അടുത്തത് സ്യൂട്ടബിലിറ്റി ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ അഡ്വാൻറ്റേജസും പഠിച്ചു, ലിമിറ്റേഷൻസും പഠിച്ചു. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സ്യൂട്ടബിലിറ്റി ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഏതൊക്കെ തരം ബിസിനസ്സിന് സ്യൂട്ടാകും എന്ന് നമുക്ക് നോക്കാം. A joint stock company is suitable where the volume of business is large and the area of operation is widespread. The risk involved is high and there is no need for huge financial resources and manpower.
ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് അത് ഏത് തരം ബിസിനസ് സ്യൂട്ട് ആകുന്ന, അതായത് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ഉള്ള, അല്ലെങ്കിൽ വിവിധ തരത്തിൽ മാനേജ്മെന്റ് ഉള്ള, അല്ലെങ്കിൽ വിവിധ തരത്തിൽ അതിനെ കൺട്രോൾ ചെയ്യേണ്ട വലിയ വലിയ ബിസിനസ്സുകൾക്കാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി സാധാരണ നമ്മൾ ഫോം ചെയ്യാറുള്ളത്. അതായത് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഷെയർ ഓഫ് പാർട്ട്നേഴ്സിന് അവർക്ക് അതിൻ്റെ റിസോഴ്സസ് പൂൾ ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിൽ അവർ പബ്ലിക്കിൽ നിന്ന് റിസോഴ്സസ് വാങ്ങി അങ്ങനെ ഒരു ജോയിൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെ വരുന്ന കമ്പനികൾക്ക് നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുകയും ചെയ്യുന്നു. സോ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസിന് പറ്റുന്ന കമ്പനികൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ബിസിനസ് ഐഡിയാസ് ഒക്കെ തുടങ്ങുമ്പോൾ മാത്രമേ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി നമ്മൾ തുടങ്ങുകയുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ചൂസിങ് ദ റൈറ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. സോ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചു. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ച് പഠിച്ചു, പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പഠിച്ചു, കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് പഠിച്ചു, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളെ കുറിച്ച് പഠിച്ചു. സോ നമുക്കിനി നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ ഉള്ള ആൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് വിലയിരുത്തിയിട്ട് വേണം അത് ഏത് തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നതെന്നാണ് നമുക്ക് നോക്കാം. സോ ചൂസിങ് ദ റൈറ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുമ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഈസ് ഓഫ് ഫോർമേഷൻ. A sole trader can commence and withdraw from a business at any time of its own option. In partnership, mutual trust and faith is very much required. Company requires many legal formalities for its formation. Sole proprietorship is therefore the easiest to form. സോ ഈസ് ഓഫ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങുന്ന ബിസിനസ് ഐഡിയ ആയിരിക്കും നമുക്ക് തുടങ്ങാൻ എളുപ്പമുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ഏതാണ് നമ്മൾ നോക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും തുടങ്ങാൻ എളുപ്പമുള്ളത് എന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ്. അതൊരു ഓണർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അന്നേരം തന്നെ വലിയ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ തന്നെ അവർ ഫോം ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പിന് നമ്മൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു സെയിം ബിസിനസ് ഐഡിയാസ് ഉള്ള പാർട്ട്നേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കുകയും അങ്ങനെ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങുകയും ചെയ്യുന്നു. സോ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ നമുക്കൊരു കമ്പനി തുടങ്ങണം. പക്ഷേ കമ്പനിക്ക് തുടങ്ങണമെങ്കിൽ നമുക്ക് ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ ലീഗൽ ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത് കുറച്ചധികമുണ്ട്. അതുകൊണ്ട് ഈസ് ഓഫ് ഫോർമേഷൻ്റെ അകത്ത് നമ്മൾ ഫോം ചെയ്യാൻ പോകുന്ന കമ്പനി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഫോം ചെയ്യാമെന്ന് ഒരു ബിസിനസ്മാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അവൈലബിലിറ്റി ഓഫ് ലാർജ് റിസോഴ്സസ്. One man business is the best in the world if the owner has enough resources and ability to manage. അതായത് ഏറ്റവും നല്ല ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഒരു സോൾ പ്രൊപ്രൈറ്റർക്ക് ഒരിക്കലും അതിനുവേണ്ട അല്ലെങ്കിൽ ലാർജ് സ്കെയിലുള്ള റിസോഴ്സസ് പൂൾ ചെയ്യാനോ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാനോ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലാർജ് സ്കെയിൽ റിസോഴ്സസ് അവൈലബിൾ ആകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് തരത്തിലുള്ള കമ്പനികൾ ഫോം ചെയ്യണം? അതായത് ഒന്നെങ്കിൽ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കമ്പനികൾ, കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയവയൊക്കെയാണ് ലാർജ് സ്കെയിൽ റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ തുടങ്ങേണ്ടത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ലയബിലിറ്റി ഓർ റിസ്ക്. We know that the liability of members is unlimited both in sole proprietorship and partnership, and limited in case of company and cooperative society. Since the members hesitate to undertake big risk, they prefer to invest in a company. അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെയും പാർട്ട്ണർഷിപ്പിൻ്റെയും ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ചില കേസുകളിൽ അതായത് പാർട്ട്ണർഷിപ്പിന് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിൽ പഠിച്ചപ്പോൾ ചില ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിൽ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ സോൾ പ്രൊപ്രൈറ്ററിലും ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. പക്ഷേ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്മാൻ എന്ന രീതിയിൽ അയാൾ എപ്പോഴും അത് റിസ്ക് കുറവുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് സ്ഥിരം ലഭിക്കുന്ന ഒരു ബിസിനസ്സിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ബിസിനസ്മാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതിലായിരിക്കും? കമ്പനികളിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് ലയബിലിറ്റി ഓർ റിസ്ക് നമ്മൾ ഒരു ഫാക്ടറായി കാണണമെന്ന് പറയുന്നത്. അതായത് ബിസിനസ് ഐഡിയ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ ലയബിലിറ്റി ഓർ റിസ്ക് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സ്യൂട്ടബിലിറ്റി. നമ്മൾ തുടങ്ങുന്ന ബിസിനസ്സിന് നമ്മൾക്ക് ഏതുതരം ഓർഗനൈസേഷനാണ് സ്യൂട്ടബിൾ ആയിരിക്കുമെന്നത് ഒരു ബിസിനസ്മാൻ എപ്പോഴും ചിന്തിച്ചിരിക്കണം. അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് വേണോ, പാർട്ട്ണർഷിപ്പ് വേണോ, അല്ലെങ്കിൽ അതൊരു വലിയ ഓർഗനൈസേഷൻ കമ്പനി ആക്കണമെന്ന് നമ്മുടെ ബിസിനസ് ഐഡിയയുടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ സ്യൂട്ടബിലിറ്റി അനുസരിച്ച് ഏത് ടൈപ്പുള്ള ബിസിനസ് ഓർഗനൈസേഷൻ വേണമെന്ന് അയാൾ ചിന്തിക്കണം. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റെബിലിറ്റി. Stability is essential for the success of any business. The existence of the company and cooperative society does not depend on the health and wealth of its members. അതായത് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ ആ ബിസിനസ്സിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഓണേഴ്സിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ പാർട്ട്നേഴ്സിനും എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ തന്നെ ആ ബിസിനസ് സ്റ്റേബിളായി മുൻപോട്ട് പോകണം. അങ്ങനെ വരുമ്പോൾ ഏതെല്ലാം ബിസിനസ് ആയിരിക്കും നമുക്ക് അതായത് ഏത് ബിസിനസ് ഓർഗനൈസേഷൻ ആയിരിക്കും സ്റ്റേബിളായിട്ട് ഉണ്ടാവുക? അതായത് കമ്പനിയും പാർട്ട്ണർഷിപ്പും അതുപോലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഒക്കെയാണ്
ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ സ്റ്റെബിലിറ്റി നമ്മളെപ്പോഴും അതിൻ്റെ ഒരു ഫാക്ടറായി നമ്മൾ അംഗീകരിക്കണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഫ്ലെക്സിബിലിറ്റി. An ideal form of business must have flexibility in operations. Decisions must be taken quickly and implemented promptly for the functioning. Any rigidity in functioning will not be beneficial for the survival and growth of business. അതായത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ അതായത് ബിസിനസ് എപ്പോഴും അതിൻ്റെ ഓപ്പറേഷൻസിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് ബിസിനസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ഉടനടി തന്നെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമുക്കറിയാം ഒരു കമ്പനിക്ക് നമ്മൾ നേരത്തെ പഠിച്ചു ലിമിറ്റേഷൻ ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് കാലതാമസമുള്ളൊരു പ്രക്രിയയാണ്. പക്ഷേ അതേസമയം പാർട്ട്ണർഷിപ്പിലോ അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലോ ഒക്കെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എളുപ്പമാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമുക്ക് ഓപ്പറേഷനിൽ നമുക്കൊരു മാറ്റം വരുത്തണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലും പാർട്ട്ണർഷിപ്പിലും ഒക്കെ നമുക്ക് ആ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ നമുക്കത് എളുപ്പമായിരിക്കും. അതാണ് ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് സീക്രസി. സോ നമ്മളൊരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ സീക്രസി എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ ബിസിനസ് എത്തിക്സും അല്ലെങ്കിൽ ആ ബിസിനസ്സിന് നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രൊഡക്ഷൻ ടൈപ്സും ഇതൊക്കെ ആ ബിസിനസ്സിന്റെ ഓരോ ബിസിനസ്സിനും ഓരോ തരത്തിലുള്ള സീക്രട്ടുകൾ ഉണ്ടാവും. ആ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലും പാർട്ട്ണർഷിപ്പിലും ഒക്കെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് താരതമ്യേന എളുപ്പമാണ്. കാരണം അതിന്റെ ഓണേഴ്സിന്റെ അതായത് നമ്പേഴ്സ് കുറവായിരിക്കും. പക്ഷേ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിന് ധാരാളം ഷെയർ ഹോൾഡേഴ്സും അല്ലെങ്കിൽ ഓണേഴ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് എക്സ്റ്റെൻഡ് ഓഫ് സ്റ്റേറ്റ് കൺട്രോൾ. While it's not possible altogether to avoid compliance with government regulations, and with the entrepreneur will always like to choose that the form of business organization which has minimum government interference. അതായത് നമുക്കൊരു ബിസിനസ്മാൻ എപ്പോഴും എന്താണ് അയാൾ ചൂസ് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനിൽ ഗവൺമെന്റ് ഇന്റർഫിയറൻസ് എപ്പോഴും കുറവാക്കാനേ നോക്കുകയുള്ളൂ. അതായത് ആ ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അയാളുടെ ബിസിനസ്സിനെ ഒരിക്കലും ബാധിക്കാത്ത തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ വേണം നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കാൻ വേണ്ടി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് നമുക്ക് താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഫോളോയിങ് ടേബിൾ പ്രസൻസ് എ സമ്മറി ആൻഡ് കമ്പാരിസൺസ് ഓഫ് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ആൻഡ് കമ്പനി. അതായത് പലതരത്തിലുള്ള സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെയും പാർട്ട്ണർഷിപ്പിന്റെയും കമ്പനിയുടെയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവൈലബിലിറ്റി ഓഫ് ഫിനാൻസസ്. നമുക്കൊരു കമ്പനിക്ക് ഫിനാൻസ് ലഭിക്കാൻ എപ്പോഴും എളുപ്പമാണ്. പക്ഷേ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ഫിനാൻസ് ലഭിക്കാൻ അല്ലെങ്കിൽ റിസോഴ്സസ് ലഭിക്കാൻ ഒരു എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത് ഒറ്റയ്ക്ക് ഒരാൾ മാനേജ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നതാണ്. സോ അങ്ങനെ വരുമ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ഫിനാൻസ് ലഭിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കോസ്റ്റ് ഓഫ് ഓർഗനൈസിങ് ആൻഡ് ഡിസോൾവിങ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജസ് ഉള്ളത്. കാരണം ഓർഗനൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ നിർത്തുവാനും സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ് ഏറ്റവും എളുപ്പം. പക്ഷേ അതൊരു കമ്പനിക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ അത് ഡിസോൾവ് ചെയ്യണമെങ്കിലും അതായത് ലീഗൽ ഫോർമാലിറ്റീസ് നമ്മൾ ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് ഓഫ് ഓർഗനൈസിങ് ആൻഡ് ഡിസോൾവിങ് ഏതാണ് എളുപ്പം? സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ് എളുപ്പം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഈസ് ഓഫ് ഓർഗനൈസിങ് ആൻഡ് ഡിസോൾവിങ്. എളുപ്പം ഇത് തന്നെ കോസ്റ്റ് ഓഫ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ കോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ പറയുന്നത് അതിന്റെ അതിന്റെ എളുപ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് അത് തുടങ്ങാനുള്ള ചെലവിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ അത് തുടങ്ങാനുള്ള പ്രോസസ്സ് എളുപ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ് ഒരു തുടങ്ങുവാനും ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങുവാനും അല്ലെങ്കിൽ അത് നിർത്തുവാനും ഏറ്റവും അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനാണ്. അതിന്റെ ഏറ്റവും കൂടുതൽ ലിമിറ്റേഷൻ വരുന്നത് കമ്പനിക്കാണ്. നെക്സ്റ്റ് വൺ ഈസ് ഈസ് ഓഫ് ട്രാൻസ്ഫറിങ് ഓഫ് വിഡ്രോവിങ് ഓണർഷിപ്പ്. ഒരു കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് അതിൻ്റെ ഷെയറുകൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ട്രാൻസ്ഫറിങ്ങും ആൻഡ് വിഡ്രോയിങ് ഓഫ് ഓണർഷിപ്പ് എളുപ്പമാണ്. പക്ഷേ പാർട്ട്ണർഷിപ്പിൽ അത് ലീഗലി നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെ വരുമ്പോൾ കമ്പനിയാണ് അത് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. എഫിഷ്യൻസി ഇൻ മാനേജ്മെന്റ്. കമ്പനിക്കാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവുക. എന്തുകൊണ്ട്? അതിന് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ലെവൽ ഓഫ് മാനേജ്മെന്റും അത് മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് എഫിഷ്യൻസി ഉള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് എഫിഷ്യൻസി ഇൻ മാനേജ്മെന്റ് കമ്പനിയാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വരുമെന്ന് പറയുന്നത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലെസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ആ ബിസിനസ് റൺ ചെയ്യുന്നതും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒരു സിംഗിൾ പേഴ്സൺ ആയതുകൊണ്ടാണ് അത് ലെസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫ്രീഡം ടു ഓപ്പറേറ്റ് ഇൻ എനി സ്റ്റേറ്റ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അതായത് ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു ബിസിനസ്സിന് അയാൾക്ക് ഏതൊരു സംസ്ഥാനത്ത് വേണമെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ബിസിനസ് തുടങ്ങണമെങ്കിൽ വലിയൊരു ലീഗൽ ഫോർമാലിറ്റീസ് അതായത് താരതമ്യേന കുറവായ ലീഗൽ ഫോർമാലിറ്റീസ്
അത് ഫില്ല് ചെയ്താൽ മതിയായിരിക്കും. പക്ഷേ ഒരു കമ്പനിക്ക് മറ്റൊരു സ്റ്റേറ്റിൽ തുടങ്ങണമെങ്കിൽ ഇതേപോലെ തന്നെ ഇപ്പോൾ തുടങ്ങിയപ്പോൾ ഉള്ളതുപോലെ തന്നെ അതേ സംസ്ഥാനത്തുള്ള നിയമങ്ങളും പാലിക്കുകയും വിവിധ വകുപ്പുകളിൽ നിന്ന് അനുമതി ലഭിക്കുകയും വേണം. സോ അതുകൊണ്ട് തന്നെ മറ്റൊരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഒരു ബിസിനസ് ഫോം രണ്ടാമത് തുടങ്ങണമെങ്കിൽ കമ്പനിക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഗവൺമെന്റ് കൺട്രോൾ ആൻഡ് റെസ്ട്രിക്ഷൻസ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ ഒരിക്കലും ഒരു ഗവൺമെന്റ് കൺട്രോളോ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസോ വരുന്നില്ല. കാരണം സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് വരുന്ന ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു കമ്പനി എന്ന് പറയുന്നത് കമ്പനീസ് ആക്ടിന്റെ കീഴിൽ എപ്പോഴും രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ അതിലെപ്പോഴും ഗവൺമെന്റ് കൺട്രോളും അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്റർഫിയറൻസ് കമ്പനിയിൽ അധികമായിരിക്കും. ലെങ്ത് ഓഫ് ലൈഫ്, കമ്പനിയാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ കമ്പനിക്കാണ് കണ്ടിന്യൂറ്റി ഒരു എക്സിസ്റ്റൻസ് കിട്ടുന്നത് കമ്പനിക്കാണ്. കാരണം അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ മറ്റുള്ള അതിൻ്റെ ബോർഡ് ഡയറക്ടേഴ്സിനോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കമ്പനി മുൻപോട്ട് പോകും. കാരണം അടുത്ത ആൾ ആ സ്ഥാനം ഏറ്റെടുക്കുകയും ആ കമ്പനി മുൻപോട്ട് പോവുകയും ചെയ്യും. പക്ഷേ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ ഒരു വ്യക്തി തുടങ്ങിയ ബിസിനസ് മറ്റൊരാൾ അത് ഏറ്റെടുത്ത് നടത്തുമ്പോൾ ധാരാളം കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലീസ്റ്റ് അഡ്വാൻറ്റേജസ് ആണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സിംപ്ലിസിറ്റി ഓഫ് ഓപ്പറേഷൻസ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ് മോസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും എ സിംഗിൾ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ. പക്ഷേ കമ്പനിക്ക് നമുക്കറിയാം ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ലെവലിലുള്ള ആൾക്കാരുടെയും കൺസെന്റ് നമുക്ക് ആവശ്യമാണ്. സോ ലീസ്റ്റ് അഡ്വാൻറ്റേജസ് ആണ് കമ്പനിക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. And the next one is difference between various forms of business organization. So നമുക്കിനി എല്ലാ തരത്തിലുള്ള പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ നമുക്ക് അത് തമ്മിലുള്ള ഈ ഫോമുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ട്ണർഷിപ്പ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ഒരു പാർട്ട്ണർഷിപ്പും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഈ ടേബിളിലൂടെ കാണാൻ സാധിക്കുക. First one is formation. It is easy to form as a registration is not compulsory. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് നമുക്ക് തുടങ്ങണമെങ്കിൽ നമുക്കത് മെമ്പേഴ്സിൻ്റെ നമുക്ക് ആ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിർബന്ധമല്ല. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ വേണ്ടെങ്കിൽ ചെയ്യേണ്ട. പക്ഷേ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി തുടങ്ങുമ്പോൾ നമ്മൾ കമ്പനീസ് ആക്ടിൻ്റെ കീഴിൽ ആ കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്തേ സാധിക്കുകയുള്ളൂ. ഓപ്പറേഷൻ ഗവേൺഡ് ബൈ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഏതിൽ നിന്നാണ് വരുന്നത്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 കീഴിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്ത ഒരു ഫേമിന് വരുന്നത്. ആൻഡ് കമ്പനീസ് ആക്ടിന്റെ 1956 കീഴിൽ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ ഒരു കമ്പനി നമ്മൾ അതിന്റെ ഓപ്പറേഷൻസ് ഫോം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് മെമ്പർഷിപ്പ്. മിനിമം ഇസ് 2, മാക്സിമം ഇസ് 10 ഇൻ ബാങ്കിങ് ബിസിനസ് ആൻഡ് 20 ഇൻ അതർ ബിസിനസ്. അതായത് പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ നമുക്ക് 2 ആൾക്കാർ വേണം. അത് 2 ആൾക്കാർ നമുക്കത് മാക്സിമം 10 പേർക്ക് നമുക്ക് പാർട്ട്നേഴ്സെ ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ബാങ്കിങ് ബിസിനസ്സിൽ നമുക്ക് മാക്സിമം ആഡ് ചെയ്യാൻ പറ്റുന്ന മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10ഉം. അതേസമയം അത് മറ്റു ബാങ്കിങ് ബിസിനസ് അല്ലാതെ മറ്റു തരത്തിലുള്ള ബിസിനസ്സുകളാണെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ നമുക്ക് മാക്സിമം മെമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ അതേസമയം ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി മിനിമം ഇസ് 2, മാക്സിമം ഇസ് 50. ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി മിനിമം ഇസ് 7 ആൻഡ് ദർ ഇസ് നോ മാക്സിമം ലിമിറ്റ്. മിനിമം ഇസ് 2. അതായത് പാർട്ട്ണർഷിപ്പിൽ എന്ന് പറയുന്ന പോലെ കമ്പനിക്കും മിനിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് 2ആണ്. അതൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതിന്റെ മാക്സിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് 50ഉം, അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിന്റെ മിനിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് 7ഉം മാക്സിമം എന്ന് പറയുന്നത് നോ ലിമിറ്റുമാണ്. അതായത് പബ്ലിക്കിന് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ഷെയറുകൾ വാങ്ങുക, ആ കമ്പനിയുടെ ഓണർഷിപ്പ് അല്ല കമ്പനിയുടെ ഷെയറുകൾ വാങ്ങാൻ സാധിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ലീഗൽ സ്റ്റാറ്റസ്. നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫോം ദാറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് പാർട്ട്ണർഷിപ്പിന് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല. പക്ഷേ നമുക്കറിയാം ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഈ കമ്പനിക്ക് ലഭിക്കുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ലയബിലിറ്റി. സോ ജോയിന്റ് ആൻഡ് സെവറൽ ടു അൺലിമിറ്റഡ് എക്സ്റ്റെൻറ്റ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിനനുസരിച്ച് അത് വരും. എന്നിരുന്നാൽ തന്നെ ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു അപ് ടു ലിമിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് അനുസരിച്ച് അൺലിമിറ്റഡോ ആയിരിക്കാം. സോ പക്ഷേ കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡറിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അയാളുടെ ഷെയറിന്റെ വാല്യൂ വരെ മാത്രമേ അയാൾക്ക് അതിൽ നഷ്ടം സംഭവിക്കുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് മാനേജ്മെന്റ്. All or anyone on behalf of all partners are entitled to manage. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൽ എല്ലാവരും ചേർന്നോ അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെടുത്തുന്ന ഒരാളായിരിക്കും ഈ കമ്പനി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത്. പക്ഷേ
അത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ കാര്യത്തിൽ വരുമ്പോൾ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ഈ ഷെയർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടേഴ്സോ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഓണേഴ്സ് തിരഞ്ഞെടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ഒരു കമ്പനിയെ മുൻപോട്ട് നയിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. സോ ട്രാൻസ്ഫർ ഓഫ് ഷെയർസിൽ നമുക്കൊരു പാർട്ട്ണറിന് മറ്റൊരാൾക്ക് ഈ ഷെയർസ് വിൽക്കണമെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും, അതായത് കമ്പനി പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷനിലുള്ള എല്ലാ ആൾക്കാരുടെയും കൺസെന്റ് അല്ലെങ്കിൽ അവരുടെ സമ്മതം ആവശ്യമാണ്. പക്ഷേ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഷെയറുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ സാധിക്കും. എക്സിസ്റ്റൻസ് ഡിസോൾവ് വിത്ത് ദ ഡെത്ത്, റിട്ടയർമെന്റ് ഓർ ഇൻസാനിറ്റി ഓഫ് എ പാർട്ട്ണർ. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പാർട്ട്നേഴ്സിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അയാൾ ആ പാർട്ട്ണർഷിപ്പിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്തു കഴിഞ്ഞാലോ പാർട്ട്ണർഷിപ്പിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇൻ കേസ് ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, perpetual existence, unaffected by death, retirement, insolvency, etc. of the shareholders. ധാരാളം ഷെയർ ഹോൾഡേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ ഡെത്തോ അല്ലെങ്കിൽ അവരുടെ റിട്ടയർമെന്റോ ഒന്നും ഒരു കമ്പനിയെ ഒരിക്കലും ബാധിക്കുകയില്ല. അത് ആ കമ്പനി അതിന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഫിനാൻസ്. റിലേറ്റീവ്ലി ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് റേസിംഗ് ഫിനാൻസ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പിന് അതിന്റെ പാർട്ട്നേഴ്സിന് തന്നെ അതിന്റെ റിസോഴ്സസ് പൂൾ ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല. അങ്ങനെ വരുമ്പോൾ പാർട്ട്നേഴ്സിന് ലിമിറ്റഡ് സ്കോപ്പാണ് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ വരുന്നത്. പക്ഷേ അതൊരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ വാസ്റ്റ് ആൻഡ് അൺലിമിറ്റഡ് സ്കോപ്പ് ഫോർ റേസിംഗ് ഫിനാൻസ്. അതായത് പബ്ലിക്കിനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ ഷെയർ ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ധാരാളം റിസോഴ്സസ് പൂൾ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ധാരാളം ഫിനാൻസ് കണ്ടെത്താൻ സാധിക്കും. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ട്ണർഷിപ്പ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫിനാൻസ് തമ്മിലുള്ള വ്യത്യാസം.